ഈ ലോഗോസ് ഒക്കെ നമ്മുടെ ഈ ബ്രാസ് ഇതൊക്കെ എങ്ങനെ? ഇത് ഓൾറെഡി വണ്ടിയിലുണ്ടായിരുന്നു, ഡോക്ടർ മുന്നേ വെച്ചിരുന്നതാണ്. അത് നമ്മൾ ഇളക്കി പ്ലാറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ബ്രാസ് ചെയ്യിപ്പിച്ചത്. ബ്രാസ് ചെയ്യിപ്പിക്കും. അത് അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അത് അവിടെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലോഗോ ക്രോം ഫിനിഷ്ഡ് സാധനം ഇതെങ്ങനെയാണ്? പുതിയതാണോ? ഇത് പുതിയതാണ്. ലോഗോ എല്ലാം പുതിയതാണ്. ലോഗോ നമ്മൾ എല്ലാ വണ്ടിക്കും പുതിയത് വെക്കും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലോ ഈ പുതിയ ലോഗോ വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫിനിഷിംഗ് കിട്ടുന്നില്ല കേട്ടോ. അത് തള്ളല് വരുന്ന വ്യത്യാസം. കുറച്ച് ഇരുന്ന് ഒതുങ്ങി കഴിയുമ്പോഴത്തേക്ക് ശരിയായിക്കോളൂ അല്ലേ? ഓക്കെ. പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയ പോലെ ക്വാളിറ്റി ചെക്ക് ഇല്ലെന്ന് തന്നെ ഉറപ്പായിട്ട് ഞാൻ പറയും. കാര്യം നമുക്ക് വേണമെങ്കിൽ എന്റെ വർക്ക്ഷോപ്പിൽ ഒന്ന് കാണിക്കാം. മനസ്സിലായി. ഒരു ഓയിരുന്ന ഒരു വണ്ടി, അതൊരു ക്ലാസിക് 350 ആണ്. ആ വണ്ടിക്ക് പുതിയ ചേസ് ഓർഡർ ചെയ്ത് വരുത്തി. അപ്പോൾ നമ്മൾ ഈ മഡ് ഗാർഡ് ഫിറ്റ് ചെയ്യണ പീസ് വരും. മഡ് ഗാർഡിന്റെ സീറ്റിന്റെ രണ്ട് ചെറിയൊരു പോർഷൻ വരും. അത് രണ്ട് സൈഡിലും അപ്പുറം ഇപ്പുറം വരും. ഇന്നലെ വണ്ടി സെറ്റ് ചെയ്തിട്ട് മഡ് ഗാർഡ് സീറ്റ് വെക്കാൻ നോക്കിയപ്പോൾ ഒരു സൈഡിലേതുള്ളൂ, സൈഡ് ആ സാധനമേ ഇല്ല. ഓക്കെ. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ എന്തായാലും നമുക്ക് ചെയ്യണം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ച വണ്ടി കൊടുക്കാന്നാണ് കസ്റ്റമർ അടുത്ത് പറഞ്ഞത്. ഇങ്ങനെ വരുമ്പോൾ നമ്മളെ വർക്ക് ഡിലേ വരും. എന്നാൽ ഈ പുതിയ ചേസ് മേടിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും. നമ്മൾ കള്ളം പറഞ്ഞെന്ന് വിചാരിക്കും. ഇതൊക്കെയാണ് ഈ ഫീൽഡിൽ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ. അപ്പൊ എന്തൊക്കെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്? പ്ലേറ്റിംഗ് പാർട്സ് ഈ ഗാർഡ്, ബാക്കിലത്തെ ഹാൻഡില്, ലേഡീസ് ഹാൻഡില്, പിന്നെ ഈ ഫ്ലൈറ്റ് നട്ട് ബോൾട്ട് കിറ്റുകൾ, എഞ്ചിന്റെ പാർട്സുകൾ, സാരി ഗാർഡ്, അങ്ങനെ പ്ലാറ്റിംഗ് പാർട്സ്, എഞ്ചിൻ പാർട്സും പിന്നെ കുറച്ച് സാധനങ്ങളുള്ളൂ. കാര്യം ബാക്കി ഓൾമോസ്റ്റ് എല്ലാം പുതിയതാണ്. പിന്നെ സെൻട്രൽ സ്റ്റാൻഡ് ഒക്കെ ഓൾറെഡി പ്ലാറ്റഡ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ബ്രാക്ക് പെഡൽ ഓൾറെഡി പ്ലാറ്റഡ് ആയിരുന്നു. അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ പ്ലാറ്റ് ചെയ്തു. അപ്പൊ എല്ലാം കൂടി പ്ലേറ്റിംഗ് എത്ര? ഏതാണ്ട് ഒരു 18 സംതിങ് എനിക്ക് അറിയാം. ബില്ല് നോക്കിയാൽ എക്സാക്ട്ലി അറിയാവൂ. ഈ ലിവറൊക്കെ പ്ലാറ്റ് ചെയ്തതാണ്. ഓൾറെഡി ക്ലാസിക്കിന്റെ ലിവർ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാം കൂടി എനിക്ക് തോന്നുന്നൊരു 1,22,000 രൂപയുടെ അകത്ത് വന്നിട്ടുണ്ട് ഈ വണ്ടിക്ക് ടോട്ടൽ. അതായത് ഒരു 16,000 രൂപ ലേബർ ചാർജ്, 10 രൂപ വണ്ടി പൊളിച്ചു വിടുന്നതിന് 6,000 രൂപ എഞ്ചിൻ പണി. ലെയ്ത്തിൽ ഏതാണ്ട് 23 22 അങ്ങനെ എന്തോ ലെയ്ത്ത് വർക്കിനാണ്. പിന്നെ ഫുള്ള് A to Z കംപ്ലീറ്റ്. പിന്നെ നമുക്ക് 14 രൂപ പെയിന്റിങ്, പിന്നെ പ്ലേറ്റിംഗ്, ബാക്കി പാർട്സിനാണ്. ഓക്കെ. അപ്പൊ എല്ലാം കൂടി ടോട്ടൽ 1,22,000 രൂപ അകത്ത് വന്നു. 1,22,000 രൂപയ്ക്ക് എന്തായാലും വണ്ടി ഇങ്ങനെ നമ്മൾ ഇതുവരെ ഇറക്കിയാലും ഏറ്റവും കോസ്റ്റ് ആയ വണ്ടി.